എൻ്റെ പേര് അമ്പിളി. നിലമ്പൂരാണ് സ്വദേശം. എനിക്ക് 2-3 വർഷമായിട്ട് ശരീരത്തിലെ വലത് ഭാഗം മുഴുവനും സന്ധിവാതം കൊണ്ട് നിറഞ്ഞിട്ട് പുകച്ചിലും ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഭയങ്കരമായ പുകച്ചിലും വേദനയും അതിശക്തമായിട്ടായിരുന്നു. ഒത്തിരി മരുന്നുകൾ ഞാൻ കഴിച്ചു. അതിനുശേഷം മരുന്നുകൾ കഴിച്ചിട്ടൊന്നും ഫലം കാണാതെ വന്നപ്പോൾ ഡോക്ടറെ കാണുകയും ഡോക്ടർ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. MRI സ്കാൻ എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് തലച്ചോറിലേക്ക് ബ്ലോക്ക് ഉണ്ടായതായിട്ട് കാണുകയും ചെയ്തു. അതിനോട് കൂടി ഞാൻ കുറേ അധികം മരുന്നുകൾ കഴിച്ചു. മരുന്നുകൾ കഴിച്ചിട്ടൊന്നും താൽക്കാലിക ആശ്വാസം വന്നതല്ലാതെ തീർത്തും മാറിയില്ലായിരുന്നു. വീണ്ടും അതേപോലെ തന്നെ അസുഖം കൂടുകയും തല മുതൽ കാലിൻ്റെ ഉള്ളങ്കാല് വരെയും വലത്തെ കൈയും എല്ലാം എനിക്ക് വളരെയധികം പുകച്ചിലും തീയിൽ കിടക്കുന്ന പോലെ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഇവിടെ എൽഡ്രൂഹ ധ്യാന കേന്ദ്രത്തിൽ വന്നൊന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു. പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒക്ടോബർ 6 മുതൽ 11 വരെയുള്ള താമസിച്ചുള്ള ധ്യാനത്തിൽ ഞാൻ വന്ന് പങ്കെടുക്കുകയും പങ്കെടുത്തതിൻ്റെ ഫലമായി തിങ്കളാഴ്ച വൈകിട്ട് ബഹുമാനപ്പെട്ട റാഫേലച്ചൻ ഇങ്ങനെ പറഞ്ഞു, സന്ധിവാതം മൂലം അതികഠിനമായ വേദനയും പുകച്ചിലും ഉള്ളൊരു മകളോട് ഇനി ഗുളികകളൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു. അന്ന് കുറേയധികം ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ എന്നെയാണെന്ന് ആദ്യം എനിക്ക് തോന്നിയില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞതിൻ്റെ ഫലമായിട്ട് രാത്രിയിൽ ഞാൻ ഗുളിക കഴിച്ചില്ല. 6-7 ഗുളികകൾ ഉണ്ടായിരുന്നു ഒരു നേരം രാത്രിയിൽ കഴിക്കാതിരുന്ന് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ധ്യാനത്തിൽ വീണ്ടും ഇതേപോലെ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എൻ്റെ പേരൊന്ന് വിളിച്ച് പറയുമോ, എന്നെയാണോ പറഞ്ഞതെന്നറിയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോൾ വീണ്ടും ഈശോ അച്ഛനിലൂടെ പറഞ്ഞു, മകളെ നിന്നെ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്, നീ ഇനി മരുന്ന് കഴിക്കണ്ട, നിൻ്റെ അസുഖം ഇവിടെ വന്ന നിമിഷം മുതൽ മാറിയെന്ന്. അങ്ങനെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും 1 മാസമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒരു ഗുളികയും ഞാൻ കഴിക്കുന്നില്ല. ഒന്നിനും തന്നെ എനിക്ക് യാതൊരു അസുഖവുമില്ല. സുഖമായിട്ട് ഞാൻ ഇരിക്കുന്നു. ജോലികളൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുന്നു. ഞാനിവിടെ വരികയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.